ലെബനന് പിന്നാലെ ഗസയിലും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്നദ്ധത അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ബന്ദിമോചനമാണ് വെടിനിർത്തലിൻ്റെ ലക്ഷ്യം. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഈജിപ്റ്റ് പ്രതിനിധി സംഘം ഇസ്രായേലിലെത്തും. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മാത്രമല്ല, ബന്ദികളുടെ ബന്ധുക്കൾ ശക്തമായ പ്രക്ഷോഭവും നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ആരംഭിച്ചിരുന്നു. ഇതെല്ലാമാണ് നെതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് സൂചന. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. പരമാധികാര പലസ്തീൻ രാഷ്ട്രം ഉൾപ്പെടുന്ന ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കണം. മേഖലയിലെ സമാധാനത്തിന് ഇത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം അറിയിച്ചു. അന്താരാഷ്ട്ര പലസ്തീൻ ഐക്യദാർഢ്യ ദിനത്തിൻ്റെ ഭാഗമായി നടന്ന UN യോഗത്തിലേക്ക് അയച്ച സന്ദേശത്തിലാണ് ചൈനീസ് പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട UN രക്ഷാസമിതി പ്രമേയങ്ങൾ നടപ്പാക്കി മേഖലയിൽ സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കണം. ഇതിനായി ചൈന അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കും. UN ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് വഴി ഗസയിലേക്കുള്ള മാനുഷിക സഹായം അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കൽ പലസ്തീനിലെ സമാധാനത്തിന് പ്രധാനമാണെന്നും ചൈനീസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. 1967 അതിർത്തിക്ക് അനുസൃതമായി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സമ്പൂർണ്ണ പരമാധികാരമുള്ള പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വതന്ത്ര രാഷ്ട്രവും നിലനിൽപ്പും ഉൾപ്പെടെ പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾക്കെല്ലാം ചൈനയുടെ ഉറച്ച പിന്തുണയുണ്ടാകും. ദ്വിരാഷ്ട്ര ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഷീ ജിൻപിങ് അറിയിച്ചു. പലസ്തീന് UN പൂർണ്ണ അംഗത്വം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഫലപ്രദമായ അന്താരാഷ്ട്ര സമാധാന സമ്മേളനം സംഘടിപ്പിക്കണമെന്ന ആവശ്യവും ചൈനീസ് പ്രസിഡന്റ് ഉയർത്തിയിട്ടുണ്ട്. അതിനിടെ ലെബനനിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ആക്രമണമുണ്ടായി. ഇസ്രായേലിൻ്റെ തെക്കൻ മേഖലയിലേക്ക് ഹിസ്ബുള്ള പ്രവർത്തകർ നുഴഞ്ഞുകയറിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്നവർ അതിർത്തി വഴി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഹിസ്ബുള്ള നുഴഞ്ഞു കയറിയതെന്നാണ് പ്രതിരോധ സേന പറയുന്നത്. ഇരു രാജ്യങ്ങളിലും യാതൊരു പ്രകോപനവും സൃഷ്ടിക്കരുതെന്നാണ് കരാറിലുള്ളത്. ഇതാണ് നുഴഞ്ഞുകയറ്റത്തിലൂടെ ഹിസ്ബുള്ള ലംഘിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ പ്രയാസപ്പെട്ടാണ് സുരക്ഷാ മന്ത്രിസഭയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിപ്പിച്ചത്. 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിൽ നിന്ന് ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറുമെന്ന് പറഞ്ഞിരുന്നു. ലെബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ താമസക്കാർക്ക് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്നാണ് മറുപക്ഷത്തിൻ്റെ വാദം.